Good morning. Chapter 7 Data Processing. അപ്പോൾ ഡേറ്റ പ്രോസസ്സിംഗ് ചാപ്റ്ററിന് മുമ്പ് വാട്ട് ഈസ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയാം. ഇൻട്രൊഡക്ഷൻ ഈസ് ഡേറ്റ പ്രോസസ്സിംഗ് ഇൻവോൾവ്സ് ക്ലാസിഫിക്കേഷൻ ആൻഡ് സമ്മറൈസേഷൻ ഓഫ് ഡേറ്റ ഇൻ ഓർഡർ ടു മേക്ക് ദം അമെൻഡബിൾ ഫോർ അനലൈസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ പ്രോസസ്സിംഗ് ഇസ് നമുക്ക് കളക്ട് ചെയ്ത ഡേറ്റാസ് നമുക്ക് പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ കളക്റ്റിംഗ് കിട്ടിയ ഡേറ്റാസ് 7th ചാപ്റ്ററിൽ ഡേറ്റ പ്രോസസ്സിങ് നമുക്ക് മുമ്പ് കിട്ടിയിട്ടുള്ള ഡേറ്റാസ് ഇനി നമ്മളത് ക്ലാസിഫൈ ചെയ്യണം. ആനലൈസിന് വേണ്ടി നമ്മൾ ക്ലാസിഫൈ ചെയ്യും, സമ്മറൈസ് ചെയ്യും ആ ഡേറ്റ ഒരു ഓർഡറിൽ ഫോർ അനലൈസ്. ശരിക്കും ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു കൺവേർട്ടിംഗ് ഡേറ്റ ഇൻ ടു ഫിനിഷ്ഡ് ഫോം. അത് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും നോർമലായി നമ്മൾ സിമ്പിളായി പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ റോ ഡേറ്റാസ് നമ്മളൊരു ഫിനിഷ്ഡ് ഫോം ആക്കിയിട്ട് ആക്കും. കൂടുതൽ യൂസബിൾ റോ ഡേറ്റാസ് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസ് മാത്രം ഈ ഡേറ്റ പ്രോസസ്സിങ് വഴി കിട്ടും. അപ്പോൾ there are 4 stages in processing stages: editing, coding, classification and tabulation. Editing, first stage ആണ് എഡിറ്റിങ്. അപ്പോൾ it is the first stage in data processing. It is a process of examining the data collected in questionnaire or schedules to detect the errors and omissions to correct this as far as possible. അപ്പോൾ എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വേർഡിൽ തന്നെ ഭയങ്കര ഫെമിലിയറാണ്. എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റിംഗ് ആണ് എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനെയറും സ്കെഡ്യൂളും ആ ടൈമിൽ അതിൽ കിട്ടിയ ഡേറ്റാസ് നമ്മൾ എന്ത് ചെയ്യും, എക്സാമിൻ ചെയ്യും. ആ ഡേറ്റാസിന് വല്ല മിസ്റ്റേക്സോ എറേഴ്സോ ഒമിഷൻസോ വല്ല വേർഡ് വിട്ടു പോവുകയാണെങ്കിൽ ആ വേർഡ്സ് നമ്മൾ കറക്റ്റ് ചെയ്യും. ഈ സ്റ്റേജിൽ വല്ല മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യും. ഇറ്റ് ഹെൽപ്പ് ടു ബിക്കം ദ ഡേറ്റ അക്യുറേറ്റ് ആൻഡ് ടു സീ ദ ഡേറ്റ ഇസ് കംപ്ലീറ്റ് ഇൻ ഓൾ റെസ്പെക്റ്റ്. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ അതിന് ടു മേക്ക് ഇറ്റ് മോർ അക്യുറേറ്റ്, ആ ഒരു ഡേറ്റാനെ കൂടുതൽ നമ്മൾ അനലൈസിനെ കുറച്ചും കൂടി അക്യുറേറ്റ് ആക്കാനും കംപ്ലീറ്റ് ആക്കാനും നമ്മളെ ഡേറ്റ. ഈ എഡിറ്റിംഗ് ദർ ആർ 2 സബ് ടോപ്പിക്സ് ഉണ്ട് എഡിറ്റിങ്ങിൻ്റെ താഴെ. ഫീൽഡ് എഡിറ്റിങ്ങും ഉണ്ട്, സെൻട്രൽ എഡിറ്റിങ്ങും ഉണ്ട്. ഫീൽഡ് എഡിറ്റിംഗ്. In field editing, investigator makes appraisal of operating forms for completing what the latter has written in abbreviated or in illegible form in the time of recording the respondent response. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ വെച്ചിട്ട് ആ ഫീൽഡിൽ തന്നെ വെച്ചിട്ട് നമുക്ക് അപ്പം തന്നെ എഡിറ്റ് ചെയ്യും മിസ്റ്റേക്സ് എന്തെങ്കിലുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റർ ചെക്ക് ചെയ്യും ദാറ്റ് നമ്മളെ റെസ്പോണ്ടൻ്റ് എന്നല്ല നമുക്ക് റെസ്പോൺസ് കിട്ടിയ ഡേറ്റ ഇൻവെസ്റ്റിഗേറ്റർ ചെക്ക് ചെയ്യും. അതിന് വല്ല മിസ്റ്റേക്സോ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അങ്ങനത്തെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. പിന്നെ ചില ലാംഗ്വേജസ് എല്ലാം ടൈപ്പ് ഓഡിയൻസിന് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ചേഞ്ചസ് നടത്തും. അതാണ് ഫീൽഡ് എഡിറ്റിംഗ് സ്റ്റേജിൽ. ഇനി സെക്കൻഡ് സ്റ്റേജ് സെൻട്രൽ എഡിറ്റിംഗ്. Central editing is done after getting all completed forms or schedules in office. സെൻട്രൽ എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ നമുക്ക് കിട്ടിയ എല്ലാം കംപ്ലീറ്റഡ് ഡേറ്റാസ് നമ്മൾ ഓഫീസിൽ ഇരുന്ന് നമ്മൾ എഡിറ്റ് ചെയ്യും. And this type of editing is done by one editor if the study is small. ഇപ്പോൾ ഡേറ്റ സ്മോൾ ആണെങ്കിൽ only one editor ഉണ്ടാവുള്ളൂ. If the study is larger, then the editing is done by team of editor. If analyzingോ അപ്പോൾ നമുക്ക് വല്ല അനലൈസിങ്ങോ എന്തെങ്കിലും സ്കെഡ്യൂൾസോ എന്തെങ്കിലും മിസ്റ്റേക്സ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ if the project വലുതാവുകയാണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് എഡിറ്റേഴ്സ് ഗ്രൂപ്പ് ഓഫ് എഡിറ്റേഴ്സ് എന്നിരുന്ന് അതിന് വല്ല ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് അവർ കറക്റ്റ് ചെയ്യും. അതാണ് സെൻട്രൽ എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.